പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ നമുക്കത് അടുത്ത പ്രാവശ്യം ശരിയാക്കാം, പരിഹരിക്കാം എന്ന് പറയുന്ന നിലപാടാണ് എടുക്കേണ്ടത്. വിമർശിക്കുന്നവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വിമർശിക്കുന്നവരെ മോശമായി പറയുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല. അദ്ദേഹം ആ പ്രയോഗം പുനർചിന്തിക്കണമെന്നാണ് താഴ്മയായി അഭ്യർത്ഥിക്കുന്നത്. ഒരുപാട് വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഹലോ, പറഞ്ഞു. ശ്രീ രാഹുൽ ഈശ്വർ, ഇന്നലെ നിയമസഭയിൽ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഒരു പരാമർശം നടത്തി. ശബരിമലയിൽ മാല ഊരിയിട്ട് പോയ ഭക്തരെല്ലാം കാപട്യം നിറഞ്ഞ ഭക്തരെ ഹിന്ദുത്വത്തിലെ അടിച്ച് ആക്ഷേപിക്കല്ലേ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശ്രീ കെ രാധാകൃഷ്ണൻ വളരെ മുതിർന്ന ഒരു സാമാജികനും നമ്മുടെ സ്പീക്കറായിരുന്നു, മന്ത്രിയായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കപടഭക്തർ എന്നൊരു പ്രയോഗം ഉണ്ടാവരുതായിരുന്നു. അത് വളരെ വിഷമം ജനിപ്പിക്കുന്നതാണ്. അങ്ങനെയല്ല, നമുക്കെല്ലാം അറിയുന്നത് പോലെ ഡിസംബറിന്റെ തുടക്കത്തിൽ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ഒരു മന്ത്രി അദ്ദേഹത്തോട് ആരെങ്കിലും അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രി പോലും വിമർശനം ഉന്നയിച്ചു. ആലോചിച്ചു പോകണം, നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന പ്രധാനമന്ത്രി പോലും വിമർശനം ഉന്നയിച്ചു. അപ്പോ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ നമുക്കത് അടുത്ത പ്രാവശ്യം ശരിയാക്കാം, പരിഹരിക്കാം എന്ന് പറയുന്ന നിലപാടാണ് എടുക്കേണ്ടത്. വിമർശിക്കുന്നവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വിമർശിക്കുന്നവരെ മോശമായി പറയുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല. അദ്ദേഹം ആ പ്രയോഗം പുനർചിന്തിക്കണമെന്നാണ് താഴ്മയായി അഭ്യർത്ഥിക്കുന്നത്. ഒരുപാട് വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ ഇന്നലെ ഒരു പ്രമുഖ ചാനലിന്റെ പരിപാടിയിൽ ഇരുന്നപ്പോൾ ലൈവായിട്ട് ദുബായിൽ നിന്ന് ഒരാൾ വിളിച്ച് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മകനും അമ്മയ്ക്കും വീട്ടിലെ ബാക്കി മുതിർന്ന 2 സ്ത്രീകൾക്കും ഉണ്ടായ ദുരനുഭവം പറയുകയുണ്ടായി. 14 മുതൽ 17 മണിക്കൂർ വരെയൊക്കെ അവർക്ക് നിൽക്കേണ്ടി വന്നു. അവർ എന്നിട്ട് പന്തളത്തിൽ നിന്ന് മാലയൂരി തിരിച്ചുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ പലരും കേട്ടു. പല മുഖ്യധാരാ മാധ്യമങ്ങൾ, പല പ്രമുഖ മാധ്യമങ്ങൾ നിങ്ങളുടെ അടക്കം റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഇത്തരം കാര്യങ്ങളെ സെൻസിറ്റീവായി നേരിടണം. നമ്മളിതൊരു സ്കൂളിലെ ഡിബേറ്റ് മത്സരമൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ കോളേജിലെ ഡിബേറ്റ് മത്സരമൊന്നും അല്ലല്ലോ. നമ്മൾ സംവാദങ്ങളല്ല, സമവായങ്ങളും സമന്വയങ്ങളുമാണ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് കപടഭക്തർ തുടങ്ങിയ പ്രയോഗങ്ങൾ വിശ്വാസികളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറച്ചുകൂടെ സെൻസിറ്റീവ് ആകണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കും. ഞാൻ മറ്റൊരു ചോദിക്കട്ടെ, കാരണം ഈ സീസണിൽ ഒരുപാട് മലയാളികളല്ല, തമിഴ്നാട്ടും ഹിന്ദിക്കാരും എല്ലാം വന്ന് ഈ സർക്കാരിനെ മോശമായി പരാമർശിക്കുന്നു. എന്നിട്ടും ഈ മന്ത്രി നിയമസഭയിൽ എന്തിനാ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുന്ന കാര്യം? കാരണം എല്ലാ മുഖ്യതര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. കറക്റ്റ്. അവിടെയാണ് അങ്ങ് പറഞ്ഞത് വളരെ കറക്റ്റായ ഒരു കാര്യമാണ്. കാര്യം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരടക്കം അത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചു. ആ വിമർശനങ്ങളെ പോസിറ്റീവായി എടുക്കുക, ആ വിമർശനങ്ങളെ ഒരു ഫീഡ്ബാക്കായി എടുക്കുക, അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അത് സ്വീകരിക്കണം, അല്ലെങ്കിൽ ലുക്കിംഗ് ഫോർ മീൻസ് പോസിറ്റീവ് ടുവേർഡ്സ് ക്രിറ്റിസിസം ആകണമെന്നാണ് അഭ്യർത്ഥന. മറ്റൊരു ഞാൻ ചോദിക്കട്ടെ, ഈ ഇടത് സർക്കാർ ഈ ഭരണത്തിൽ വന്നപ്പോൾ ആദ്യം സ്ത്രീകളെ ശബരിമല കയറ്റാൻ ശ്രമിച്ചു. ഇപ്പൊ ഭക്തര് കാപട്യം നിറഞ്ഞ ഭക്തരെന്ന് പറഞ്ഞു. എന്തിനാണ് ഹിന്ദുക്കളുടെ മാത്രം ഫോക്കസിന്? എന്തുകൊണ്ട് ക്രിസ്ത്യൻസിന്റെ സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിന് ഒരു ഫോക്കസിനില്ല? ഹലോ, കേൾക്കാമോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശബരിമലയിൽ യുവതികളെ കയറ്റാൻ തീർച്ചയായും ശ്രമിച്ചത് തെറ്റായ നടപടിയാണ്, തെറ്റായ നിലപാടാണ്. രണ്ട്, പൊതുവെ വിശ്വാസ സൗഹൃദമായ ഒരു നിലപാട്. കാരണം നമ്മുടെ നാട്ടിൽ എല്ലാം വിശ്വാസികളാണ് കൂടുതലുള്ളത്. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ സ്പീക്കറായ ശ്രീ ഷംസീർ പറയുകയുണ്ടായി, അദ്ദേഹത്തിന് വോട്ട് ചെയ്തതിൽ 95% വിശ്വാസികളാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിൽ ഇനി മറ്റേതെങ്കിലും മതത്തിൽപ്പെടുന്ന വ്യക്തിയാണെങ്കിലും വിശ്വാസങ്ങളോട് പൊതുവെ സെൻസിറ്റീവായ ഒരു നിലപാട് ഇടതുപക്ഷം സ്വീകരിക്കണമെന്നുള്ളതാണ് അഭ്യർത്ഥന. ഉദാഹരണം, ശ്രീ ജി സുധാകരൻ സാറിനെ നോക്കൂ. CPM-ന്റെ മുതിർന്ന നേതാവാണ്, മുൻ ദേവസ്വം മന്ത്രിയാണ്. അദ്ദേഹം ഒരുപക്ഷെ സ്വയം നിരീശ്വരവാദി ആയിരിക്കാം, പക്ഷെ ശബരിമലയോടക്കം അനുഭാവപൂർണമായ പോസിറ്റീവായ സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഏറ്റവും നല്ല അയ്യപ്പ ഭക്തരിൽ ഒരാൾ CPM-ന്റെ തന്നെ മുതിർന്ന നേതാവായ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ സാറാണ്. അപ്പോൾ ഒരു ഫെയ്ത്ത് ഫ്രണ്ട്ലി അപ്രോച്ച് വേണം. രണ്ട്, ഹിന്ദു സമൂഹത്തോട് വിശിഷ്യ ഒരു ബഹുമാനമില്ലായ്മ ഒരു കാരണവശാലും ശരിയല്ല. ഈ നാട്ടിലെ 140 കോടിയും 110 കോടിയും ഹിന്ദു സമൂഹത്തിലെ ജനങ്ങളാണുള്ളത്. അപ്പോൾ അവരുടെ വിശ്വാസങ്ങളെ ആദരിക്കുകയും അറ്റ്ലീസ്റ്റ് അനാദരിക്കാതിരിക്കുകയെങ്കിലും ചെയ്യാനുള്ള, ഡിസ്റെസ്പെക്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വേണം. ആ ആറ്റിറ്റ്യൂഡ് ചിലപ്പോഴെങ്കിലും സ്വയം സെക്കുലർ എന്ന് വിളിക്കുന്ന ആൾക്കാർ ചെയ്യാറില്ല. അതായത് നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ കളിയാക്കണം, മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ താഴ്ത്തിക്കെട്ടണം എന്നൊരു രീതിയിലേക്ക് മാറി. അങ്ങനെയല്ല, ജെനുവിനായിട്ടുള്ളൊരു മതസൗഹാർദ്ദവും ജെനുവിനായിട്ടൊരു രാജ്യസ്നേഹവും ജെനുവിനായിട്ടൊരു ബഹുസ്വരതയും നമുക്ക് വേണം. ആ രീതിയിലാണ് നമുക്ക് മുമ്പോട്ട് പോകേണ്ടത്. നന്ദി ശ്രീ രാഹുൽ ഈശ്വർ. താങ്ക് യു.